Hi all, welcome to Once. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡെസിമൽ ഇക്വലന്റ് ഓഫ് 110.01 to the base 2. ഓക്കെ, സോ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ ഡെസിമൽ ഇക്വലന്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. 0.01 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, അതിന്റെ പൊസിഷൻസ് നോക്കിയിട്ടല്ലേ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0.1 എന്ന് പറയുന്നതിൽ ഇത് -1 ആയിരിക്കും അതിന്റെ പൊസിഷൻ, അതേപോലെ 1 എന്ന് പറയുന്നത് -2. ഓക്കെ, സോ അത് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം -2 എന്ന് പറയുമ്പോഴത്തേക്കും 1 × 1/2 എന്നാണ് വരുന്നത് അല്ലേ, 1/2. സോ 2/2 എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് 1/4. അപ്പോൾ 1/4ന്റെ ഇക്വലന്റ് എന്താ, ഇറ്റ് ഇസ് 0.25. സോ നമുക്ക് ഈ ഓപ്ഷൻസ് നിന്ന് 0.25 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. സോ ഓപ്ഷൻ എ എന്താണ്, 27.02 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല, പിന്നെന്താണ് ഈ ബ്രാക്കറ്റ് 10 എഴുതിയിരിക്കുന്നത് ബേസ് 10 എന്നാണ്. ഓപ്ഷൻ ബി എന്താണ്, 54.25. ഓക്കെ, നമുക്കൊരു 25 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ സി എന്താ, അഗെയിൻ ഇത് 27.25. ഓക്കെ, ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബിയും സിയും ആണ്. ഡി എന്താണ്, ഡി അഗെയിൻ 0.2 ആണ്. അപ്പോൾ എയും ഡിയും അല്ല, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിയും സിയും ആണ്. ഓക്കെ, നമുക്ക് ഇനി ഇപ്പുറത്തുള്ള ടേംസ്, ഈ പോയിന്റിന് ഇപ്പുറത്തുള്ള, അതായത് പോയിന്റിന് ലെഫ്റ്റിൽ വരുന്ന ബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താ, നമുക്ക് വെയിറ്റ് അഡീഷൻ കൊടുക്കാം അല്ലേ. സോ അത് നോക്കുമ്പോൾ നമുക്ക് എത്ര വെയിറ്റ്സ് വരുന്നത്, 8, 4, 2, 1, and this is 16. ഓക്കെ, സോ ഇതിൽ 4 മാത്രമേ ക്യാൻസൽ ആയി പോവുള്ളൂ. അപ്പോൾ 68 + 2 എന്താ, 10, 10 + 16, 26, 26 + 1, ഇറ്റ് ഇസ് 27. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്, 27.25. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 27.25 to the base 10 and it is option സി. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പമുള്ള മെത്തേഡാണ്, നമ്മൾ വെയിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നോർമലി ആ സ്റ്റെപ്സ് തന്നെയാണ് ഈ സെയിം ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഇത് വെയിറ്റ്സ് നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അല്ലെങ്കിൽ നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഓരോന്നും ഇൻറ്റു പവർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം തന്നെ അതിൻ്റെ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In binary number system, shifting one place to right is equivalent to, okay, multiplication ആണോ division ആണോ, decreases by 10 increases by 10. okay, എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്പർ എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന നമ്പർ 1000 എന്ന് പറയുന്ന ഒരു നമ്പർ കൺസിഡർ ചെയ്യാം. അതെന്താണ്, അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 8. ഇനി അത് ഈ നമ്പറിനെ നമ്മളൊന്ന്, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ഷിഫ്റ്റിംഗ് വൺ പ്ലേസ് ടു റൈറ്റ്, ഓരോ ഇതും ഒരു പ്ലേസ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ദിസ് ബിക്കംസ് ഇതെന്താണ് 0, 1, 0, 0. ഓക്കെ, ഓരോ പോയിന്റ് ഓരോ പ്ലേസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇതെന്താ വരിക, ഇതിന്റെ ഡെസിമൽ ഈക്വലന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 4. നെക്സ്റ്റ്, ഇനി അതൊന്നും കൂടി ഷിഫ്റ്റ് ചെയ്താലോ, ഒരു പ്ലേസ് വെച്ച് നമ്മൾ ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അത്, ഇറ്റ് ബിക്കംസ് 2. അപ്പൊ അത് നോക്കിക്കേ, ആക്ച്വലി എന്താ ഷിഫ്റ്റിംഗ് അവിടെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് കിട്ടുന്നതിന് /2 ഡിവൈഡ് ആണ് ചെയ്യുന്നത് അല്ലെ. 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. 8/2 എത്രയാ, 4, 4/2 എത്രയാ, 2. ഓക്കെ, സോ ആ ഷിഫ്റ്റ് ഒരു പ്ലേസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് ഡിവിഷൻ ഇക്വലന്റ് ആയിരിക്കും, ഡിവിഷൻ /2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി ഡിവിഷൻ /2 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് 257 to the base 8. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഒക്ടൽ നമ്പർ. അതിന് നമുക്ക് ഹെക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒക്ടൽ ടു ഹെക്സ് കൺവേർഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ട മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് ആ ഒക്ടൽ നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതാം. അപ്പൊ ബൈനറി എഴുതുമ്പോൾ എന്താ വരിക, ഇറ്റ് ഇസ് 0, 1, 0. അത് 2ന് 5ന്റെ എന്ത് വരും, 1, 0, 1 ആൻഡ് 7 എന്താണ്, ഇറ്റ് ഇസ് 1, 1,
1. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഹെക്സിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒക്ടൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ആ ബൈനറിനെ 3-bit റെപ്രസെന്റേഷനിൽ എഴുതുന്നതാണ് നമുക്ക് ഒക്ടൽ വാല്യൂസ്. നെക്സ്റ്റ് ഹെക്സ് ആണെങ്കിലോ, ഹെക്സ് എന്ന് പറയുന്നത് അത് 4-bit റെപ്രസെന്റേഷൻ. അപ്പൊ ഇതിനെ നമ്മൾ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0, 1010 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് A and 111 is F. സോ നമുക്ക് കിട്ടുന്ന ആൻസർ ഇസ് 0AF. അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. വിച്ച് ഇസ് ആൻസർ? ഓപ്ഷൻ സി AF ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given decimal value of a binary number 10010 to the base 2, അതിന്റെ ഡെസിമൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു, ഒരു ഡെസിമൽ നമ്പറിന്റെ ഒരു പോയിന്റ് ഉള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കണ്ടു. ബൈനറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണത്? ബേസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് പോയിന്റ് ഉള്ള ഡെസിമൽ പോയിന്റ്സ് ഉള്ള വാല്യൂസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഒരു നമ്പർ ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ പൊസിഷൻസ് വെയിറ്റ്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാ? 8421 16. ഇപ്പൊ എന്താ? 8 ഇല്ല, 4 ഇല്ല, 1 ഇല്ല. സോ ആകെയുള്ളത് എന്താണ്? 16ഉം 2ഉം. സോ 16 + 2 is 18. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 18 to the base 10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many binary bits are necessary to represent 748 different numbers? Okay, നമുക്ക് വേണ്ടത് 748 different numbers റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എത്ര ബിറ്റ്സ് വേണം എന്നാണ്. ഓക്കെ, നമുക്കറിയാം 2n ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ അല്ലെ, മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. If n is the number of bits, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ n number of bitsന് മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ എത്രയാണ്? 2n ആണ് പോസിബിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2n എന്ന് പറയുന്നവിടെ 748 പോസിബിൾ കോമ്പിനേഷൻസ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ n എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം 29 എന്തോരം ആണ് പോസിബിൾ? 29 ആണെങ്കിൽ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 512. whereas in case of 210 നമുക്കിപ്പോൾ 512 ആണോ? ഇല്ല, 512നേക്കാൾ കൂടുതലുണ്ട്, 748 ആണ് വേണ്ടത്. അപ്പൊ 210 ആണെങ്കിലോ 1024. സോ ദിസ് കംസ് ഇൻ ദിസ് റേഞ്ച്. അപ്പൊ 210ന്റെ ആ റേഞ്ചിൽ വരും ഈ 748 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? n-ന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 10. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ A 10. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is equivalent octal value of 492 to the base 10? Okay, 492 to the base 10. അതിന്റെ octal value ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഈ ഡെസിമലിനെ നമ്മൾ octalലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഫസ്റ്റ് ബൈനറിയിലേക്ക് മാറ്റാം. ബൈനറിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 492. സോ 492 എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് എന്താ വേണം? ഇപ്പൊ 2 ഇപ്പൊ വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 2�7 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 128. സോ 128നേക്കാളും ബിഗർ വൺ ആണത്. ആൻഡ് അടുത്തത് എത്രയാ? 2⁸ എന്ന് പറയുമ്പോൾ 256. അതേപോലെ 2�9 is 512. ഓക്കെ, സോ നമ്മുടെ 492 എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദിസ് റേഞ്ച് അല്ലെ, 256ന്റെയും 512ന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു റേഞ്ച് ആയിരിക്കും. സോ അപ്പൊ നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് പോസിബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് 8 ബിറ്റ് പോസിബിൾ ആണ്. അപ്പൊ നമുക്കത് എല്ലാം ഹൈ ആയിട്ട് തൽക്കാലം മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ബിറ്റ് പൊസിഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ വരുന്നത് 1 8421 16, 2⁵ is 32, 2⁶ is 64, and 2⁷ is 128, and 2⁸ is 256.
സിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടിരിക്കുന്ന ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് 492 ആണല്ലേ വേണ്ടത്. അപ്പൊ അതിന് എന്താ ചെയ്യുക? നമുക്ക് ഈ 512 മാക്സിമം എന്ന് പറയുന്ന റേഞ്ച് എന്താണ്? ഇറ്റ് ഇസ് 0 to 511. സോ ആ റേഞ്ചിൽ നിന്ന് 511 മൈനസ് 492 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 19. ഓക്കെ, സോ 492 19 നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ പോസിബിൾ കേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ 19 റിമൂവ് ചെയ്യുകയാണെങ്കിൽ, സോ 19 റിമൂവ് ചെയ്യണമെങ്കിൽ പോസിബിൾ ആയിട്ടുള്ളത് ഏതാ? 16 + 3 ആണ് 19 അല്ലേ? സോ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 16 0 0 0. അപ്പൊ നമുക്ക് പറയുന്ന വാല്യൂ എന്താണ്? 1 1 1 1 0 1 1 0 0. അപ്പൊ അത് ആഡ് ചെയ്താൽ നമുക്ക് 492 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എത്രയാ? 256 plus 1 28 plus 64 plus 32. ഓക്കെ, അത് എത്രയാ വരിക? ഇതെന്ന് പറയുന്നത് 4 plus 2 is 6, 6 plus 8 is 14, 14 plus 6 is 20. Next 9, 9 plus 2 is 11, 11 plus 5 is 16, 16 plus 2 is 18, 3 4. So ഇത്ര നമ്പേഴ്സ് എന്ന് പറയുന്നത് 480 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് എന്താ വേണ്ട? 492. ഓക്കെ, സോ 8 plus 4 എത്ര? 12. സോ 492 plus 12 ചെയ്താൽ നമുക്ക് 480 plus 12 ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 492. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എന്ത് വരും? ദിസ് ഇസ് ഓക്കെ. നമ്മളിപ്പോ എന്താ ചെയ്തത്? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് വേണ്ടത് എന്താണ്? ഒക്ടൽ വാല്യൂ. സോ നമുക്ക് ബൈനറിയിൽ കിട്ടുന്ന എന്താണ്? ഇറ്റ് ഈസ് 1 1 1 0 ആൻഡ് 1 1 0 0. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒക്ടലിലേക്ക് മാറ്റാം. സോ ബൈനറിയിൽ 3 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ഒക്ടലിന് വേണ്ടത്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ദിസ് ഇസ് ഓക്കെ, ദിസ് ഇസ് 7 5 and 4. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 754 to the base 8. So answer is option A. Option A എന്ന് പറയുന്നത് 754 to the base 8. ഓക്കെ, ഇപ്പൊ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ? ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, അതിന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്താ ചെയ്യണേ? അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ബൈനറി വാല്യൂ കണ്ടുപിടിച്ചു. ആ ബൈനറി വാല്യൂവിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യല്ല, ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ 3 ബിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒക്ടലിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ എഴുതുന്നത്. സോ ഇവിടെ ഈ ബൈനറി കാൽക്കുലേഷന് നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ചെയ്ത് ചെയ്യുക അല്ലെ? 492 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കണ്ടിന്യൂസ് ഡിവിഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താ? ഈ സെയിം ആൻസർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ കുറച്ചും കൂടി ആ വെയിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. യു ക്യാൻ ഫോളോ യുവർ ഓൺ മെത്തേഡ്. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ഒരു 16 to the base 10 and that is equal to 100 to the base x. Find the value of x. Okay, x ഏതാണ്? ഈ 100ന്റെ ബേസ് എന്ന് പറയുന്ന x എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 16 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ, ഡെസിമൽ റെപ്രസെന്റേഷനിലുള്ള ഒരു 16 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. അതിനൊരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നിട്ടുണ്ട് 100. ആ 100ന്റെ ബേസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇത് ഇക്വൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബേസ് എത്രയാണെന്നാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? സോ ദിസ് ഇസ് പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് 0 1 2. ഓക്കെ, സോ സംതിങ് into 0 എന്ന് പറയുന്നത് എന്താണ്? ഇത് ആക്ച്വലി x raised to 0 into 0 വരും, പ്ലസ് x raised to 1 into 0 പ്ലസ് എന്ത് വരും? x raised to 2 into 1. Okay, and that is equal to 16. Okay, so ഇതെന്ന് പറയുന്നത് 0 ആണ്. and remaining term എന്ന് പറയുന്നത് എന്താ? it is x square. so x square 16 ആണെങ്കിൽ x എന്ന് പറയുന്നത് വരും x will be 4. 4 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കുണ്ടോ? 4 എന്ന് പറയുന്നത് ഓപ്ഷൻ
സിയിൽ തന്നിട്ടുണ്ട്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി 4. ഓക്കെ, എക്സ് വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് 4 ആയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2's complement ഓഫ് 13.75 to the base 10. Okay, 13.75 to the base 10 ന്റെ 2's complement എടുക്കും. സോ 2's complement ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഈ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ എത്ര വരിക? 0.75. സോ ആദ്യം നമുക്ക് 0.75 മാറ്റാം. സോ 0.75 into 2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് 1.5. സോ 1 അതിൽ നിന്ന് എടുക്കാം. നെക്സ്റ്റ് 0.5 into 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.0. അപ്പോൾ എഗെയിൻ നമുക്ക് 1 അതിൽ നിന്ന് എടുക്കാം. നെക്സ്റ്റ് എന്താ? 0 ആണ് വരുന്നത് അല്ലേ? 0 into 2 ചെയ്യുമ്പോൾ എഗെയിൻ 0. സോ ഈ ബിറ്റ് 0 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ്? ഇതിൻ്റെ ഓർഡർ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ മേളിൽ നിന്ന് താഴത്തേക്കാണ് എഴുതുന്നത് അല്ലേ? പക്ഷേ തിരിച്ചുള്ള കൺവേർഷൻ ആണെങ്കിലോ താഴെ നിന്ന് മേളിലേക്ക് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന കേസില്ലേ, അങ്ങനെയാണെങ്കിൽ ലോവർ പാർട്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ പോയിന്റ് ഡെസിമൽ വാല്യൂ പോയിന്റിന് ശേഷമുള്ളതിനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് താഴത്തേക്കാണ് എഴുതുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ എന്താ വരിക? 0.75ന്റെ ഇക്വലന്റ് വാല്യൂ എന്ന് പറയുന്നത് 110. ഓക്കെ, ഇനി നമുക്ക് 13 കൺവേർട്ട് ചെയ്യും. സോ 13 എടുക്കുമ്പോൾ നമുക്ക് അഗെയിൻ 8421 വെയിറ്റ് നോക്കുകയാണെങ്കിൽ 8 + 4 എത്ര വരും? 8 + 4 is 12. 12 + 1 13. ഓക്കെ, നമുക്ക് ഇത് രണ്ടും ഹൈ ആക്കാം. 2 നമുക്ക് വേണ്ട, 1. സോ ഇതായിരിക്കും 13ന്റെ ഇക്വലന്റ്. സോ 13ന്റെ ഇക്വലന്റ് എന്ന് പറയുന്നത് 1101. അപ്പോൾ 13.75 ടോട്ടൽ നമ്മൾ പറയുമ്പോൾ 1101.110. ഇത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്താണ്? 2's complement ആണ്. നമ്മൾ ജസ്റ്റ് ബൈനറി മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ 2's complement വേണം. 2's complement വേണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? ഫസ്റ്റ് നമ്മൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള 1's complement കാൽക്കുലേറ്റ് ചെയ്യണം. സോ 1's complement എന്താ വരിക? 0.010.001. ഓക്കെ, ഇനി 2's complement ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? +1 ആഡ് ചെയ്ത് കൊടുക്കണം. സോ +1 ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 0 1 1 0 ഇതെല്ലാം സെയിം ആയിരിക്കും. സോ ഇത് 2's complementന്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? 0010.010. ഓക്കെ, ഓപ്ഷൻ നോക്കിയാൽ 010 ഉള്ള ഓപ്ഷൻ 2 എണ്ണം ഉണ്ട്. സോ പക്ഷേ ഇപ്പോഴത്തുള്ള ടേംസ് നോക്കിയാൽ പോയിന്റിന് ഇപ്പുറമുള്ള ബിറ്റ്സ് നോക്കുകയാണെങ്കിൽ 0010 ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റ് ഡെസിമലിൻ്റെ ബൈനറി കൺവേർഷൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. അതിന് ഇക്വലന്റ് 2's complement ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 1's complement കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം. അതിന് +1 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 2's complement ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 9's complement ഓഫ് 45 to the base 10. ഓക്കെ, 45 to the base 10 എന്ന് പറയുന്ന നമ്പറിന്റെ 9's complement കാൽക്കുലേറ്റ് ചെയ്യണം. സോ 9's complement കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 2's complement ആയിരുന്ന സമയത്ത് എന്താ 1's complement എടുത്തു, അതിന് ശേഷം നമ്മൾ +1 ആഡ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ 9 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 4 5 സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? This is 4 and this is 5. So the answer is 54 to the base 10. So the answer option B ആണ് ഇതിന്റെ correct answer. Okay, ഇനി next question നോക്കാം. X is 3 chord of 56 to the base 10. Okay, again ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. അതിന്റെ എക്സസ് 3 കോഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എക്സസ് 3ലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് നമ്മൾ അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ നോക്കുക. സോ 5ന്റെ ബൈനറി എത്രയാ? 101. അതേപോലെ 6ന്റെ ബൈനറി എന്ന് പറയുന്നത് 110. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ 3 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 011. This is 011. This is 101. ഓക്കെ, ഇത് വരുന്നത് ഇതായിരിക്കും. ഇപ്പുറത്ത് എന്ത് വരും? 010101. Okay, so the answer is this is 8
and 9. 8 ഉം 9 ഉം വരുന്ന ടേംസ് ഉണ്ടോ എന്ന് നോക്കുക. So this is 0 0 1 0 0 1 0 0 1. So option B ആണ് ഇതിന്റെ right answer. Okay. So with this we are completing our session 1 for digital electronics. നമ്മൾ ഇനി കൂടുതൽ questions ആയിട്ട് അടുത്ത സെഷൻസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. Okay, thank you.